ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. നീരുറവയ്ക്ക് അരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിന് മുകളിൽ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിലെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. പഴയ നിയമത്തിൽ പുറപിതാവായ ജോസഫിനെ കുറിച്ച് പറയുകയാണ്. നീരുറവയ്ക്ക് അരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. എന്നാൽ ഈ ജോസഫിൻ്റെ ജീവിതം നമുക്കറിയാം. ഒരുപാട് തെറ്റിദ്ധാരണയിലൂടെയും ക്ലേശങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയ ജീവിതമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, അവൻ നീരുറവയ്ക്ക് അരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമായിരുന്നു എന്ന്. ഞാനും നിങ്ങളുമെല്ലാം മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ നടുന്ന വ്യക്തികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെടികൾ നടുന്നത്? ഓരോ ചെടി നടുമ്പോഴും ആ നടുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് ലക്ഷ്യബോധമുണ്ട്. ഒരു തെങ്ങും തൈ നടുമ്പോൾ അതിൽ നിന്ന് തേങ്ങ കിട്ടണം. കവുങ്ങും തൈ നടുമ്പോൾ അതിൽ നിന്ന് അടയ്ക്ക കിട്ടണം. ഒരു പ്ലാവ് നടുമ്പോൾ അതുമേൽ നിന്ന് ചക്ക കിട്ടണം. ഒരു മാവ് നടുമ്പോൾ അതുമേൽ നിന്ന് നല്ല മാമ്പഴം കിട്ടണം. ഇതാണ് ഓരോ വ്യക്തികളും ഓരോ മരങ്ങളും നടുമ്പോൾ അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. എന്നാൽ പുറപിതാവായ ജോസഫിനെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: നീരുറവയ്ക്ക് അരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. എന്നാൽ ഒരു മരത്തിന് 3 സാധ്യതകളുണ്ട്. ഒരു ഫലവൃക്ഷത്തിന് 3 സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യത എന്താണ്? ഒരു ഫലവും തരാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സാധ്യത എന്താണ്? ചീത്ത ഫലങ്ങൾ, കാട്ടുഫലങ്ങൾ തരിക എന്നുള്ളതാണ്. മൂന്നാമത്തെ സാധ്യത നല്ല ഫലങ്ങൾ തരിക എന്നുള്ളതാണ്. നമ്മൾ ഓർക്കണം, ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും പെടുന്നത്? പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് അയച്ചിരിക്കുകയാണ്. ഞാൻ ഇതിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് ഒരുക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്ന്. എന്നാൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം ഞാനാകുന്ന വൃക്ഷം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന കാട്ടുപഴങ്ങളാണോ? അല്ലെങ്കിൽ ഒരു ഫലവും പുറപ്പെടുവിക്കാതെ ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ച് പോകുന്ന അവസ്ഥയാണോ? എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പൂർവ്വപിതാവായ ജോസഫ് എങ്ങനെയാണ് നല്ല ഫലം പുറപ്പെടുവിച്ചത്. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമായിരുന്നു ജോസഫ് എന്ന് പറയുകയാണ്. നമുക്ക് വചനത്തെ കാണാൻ സാധിക്കും 3 രീതിയിലുള്ള ഫലങ്ങൾ. എന്നാൽ ഇവിടെ നാം കാണാൻ പോകുന്ന ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു. അവൻ ഈ ഉപമ പറഞ്ഞു: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരോട് പറഞ്ഞു: 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവരോട് പറഞ്ഞു: യജമാനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു ഫലവും തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. ഈ അത്തിവൃക്ഷം, അതിൻ്റെ ഉടമസ്ഥൻ വന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നും കാണുന്നില്ല. ഇതേപോലെ തന്നെ ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഞാനാവുന്ന ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത അവസ്ഥയായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഫലങ്ങളാണോ വരുന്നത്? ഇവിടെ നാം കാണുക, ഉടമസ്ഥൻ വന്നു നോക്കുമ്പോൾ ആ അത്തിമരത്തിൽ നിന്ന് നല്ല പഴങ്ങൾ അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരു പഴം ഉണ്ടാവുന്നില്ല. ഈ സമയത്ത് കാര്യസ്ഥൻ പറയുന്നുണ്ട്, 1 വർഷം കൂടി നോക്ക്, അതിനുശേഷം നമുക്ക് വെട്ടിക്കളയാം.
ഞാനൊന്ന് വളമിട്ട് നോക്കട്ടെ, ഞാൻ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നോക്കട്ടെ, കുറച്ചുകൂടി അതിൻ്റെ കടയൊക്കെ ഒന്ന് കിളയ്ക്കട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൽ ഫലം കിട്ടിയില്ലെങ്കിൽ നമുക്കത് വെട്ടിക്കളയാം എന്നാണ് വചനം പറയുന്നത്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത അവസ്ഥയാണ്. യൂദാസിൻ്റെ ജീവിതത്തിൽ യൂദാസിനെ വെട്ടിക്കളയുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ യൂദാസ് പെട്ടെന്നെങ്ങാനുമാണോ അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയത്? പെട്ടെന്നെങ്ങാനുമാണോ യേശുവിനെ ഒറ്റിക്കൊടുത്ത്? പെട്ടെന്നൊന്നും അല്ലായിരുന്നു. പല പ്രാവശ്യം യൂദാസിനെ യേശു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോനെ, നീ പോകുന്ന വഴി ശരിയല്ല. യൂദാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ അപ്പോഴെങ്കിലും അവന് മനസ്സിലാക്കാമായിരുന്നു ഇത് ദൈവം എനിക്ക് വാണിംഗ് തരുന്നത്. വീണ്ടും അവൻ്റെ അധരത്തിലേക്ക് ആദ്യത്തെ വിശുദ്ധ കുർബാന വെച്ചു കൊടുത്തു. അപ്പോഴെങ്കിലും അവനെ തിരിച്ചറിയാമായിരുന്നു എൻ്റെ ഗുരു എനിക്ക് വാണിംഗ് തരുന്നുണ്ട്. വീണ്ടും കാണാൻ സാധിക്കും, ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് അവൻ പടയാളികളുമായി വന്ന് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുമ്പോൾ ആ സമയത്തും എന്താ യേശു വിളിച്ച്? സ്നേഹിത എന്നാ വിളിച്ച്. സ്നേഹിത എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചങ്ക് പിടയണം. കാരണം യേശു എനിക്ക് വാണിംഗ് തരുന്നതാണ്. എന്നാൽ അതൊന്നും കുസലാക്കാതെ അവൻ ദൈവത്തിൻ്റെ വാണിംഗ് തിരിച്ചറിയാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം ഒരു മുഴം കയറിൽ തീരേണ്ട വന്നു. നമ്മളും നമ്മുടെ ആത്മീയ ജീവിതത്തെ തിരിച്ചറിഞ്ഞു. എന്നെയും നിങ്ങളെയും എല്ലാം ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവമായ കർത്താവ് എനിക്ക് വാണിംഗ് തരുന്നുണ്ട്. ഈ വാണിംഗ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പല വ്യക്തികളിലൂടെ ആയിരിക്കാം, എൻ്റെ മനസ്സാക്ഷിയിലായിരിക്കാം. നീ പോകുന്ന വഴി ശരിയല്ല മോളെ, നീ പോകുന്ന വഴി ശരിയല്ല. എന്നിട്ടും ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാ? ഒരുപക്ഷെ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാ. ഒരു വർഷം കൂടി നീ ഒന്ന് പൊക്കോട്ടെ, നീ ശരിയാവും, നീ നേരെയാവും. ഇതാ ദൈവത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്ന ചിന്ത. എന്നാൽ ഈശോ നിന്നോട് പറയുക, നീ ഇനിയും നേരെയാവുന്നില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താ? യൂദാസിൻ്റെ അവസ്ഥ പോലെയായിത്തീരും. നിന്നെ ഞാൻ വെട്ടിക്കളയും. ഇത് തന്നെയാണ് വചനം പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ അവസരം തന്നിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നന്മ കണ്ടിട്ടല്ല, മറിച്ച് നാം ഓരോരുത്തരും നന്മയായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും വീണ്ടും നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സാക്ഷിയുടെ ഉള്ളിലേക്ക് ദൈവം വാണിംഗ് തരുന്നേ എന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു ഫലവും തരാത്ത വൃക്ഷത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. ഇനി രണ്ടാം നമുക്ക് കാണാൻ സാധിക്കും, ചീത്ത ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരി ചെടിയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വൃക്ഷം നടുമ്പോൾ അതിൻ്റെ 3 സാധ്യതകളാണ്. ഒന്നാമത്തെ സാധ്യത കണ്ടു, ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത അവസ്ഥ. 2 ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അവസ്ഥ. 3 നമ്മൾ കണ്ടു നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അവസ്ഥ. എന്താണ് ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുന്നത്? നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നാം കണ്ടുമുട്ടുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം കാണുകയാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് എന്നാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തിയെയും അവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുക. ഒരു സന്യാസി, ആ സന്യാസിയുടെ മുന്തിരിത്തോട്ടങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സന്യാസത്തിലേക്ക് പ്രവേശിച്ചു. ആ സന്യാസത്തിൻ്റെ ആ മലർവാടിയിൽ, കർമ്മലീത്ത സന്യാസിയാണെങ്കിൽ കർമ്മലീത്ത സഭയുടെ ആ മലർവാടിയിൽ, അതുപോലെ ക്ലാരിസ്റ്റ് സന്യാസിയാണെങ്കിൽ ക്ലാരിസ്റ്റ് കോൺവെന്റിൻ്റെ അല്ലെങ്കിൽ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ മലർവാടിയിൽ ദൈവം നിന്നെ നട്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ മലർവാടിയിൽ ദൈവം നിന്നെ നട്ടിരിക്കുകയാണ്. എന്നിട്ട് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? നല്ല ഫലം പുറപ്പെടുവിക്കണം എന്നാണ്. എന്നാൽ ചീത്ത ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു. ഇങ്ങനെയാണ് വചനം പറയുന്നത്, വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന്
ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരി ചെടികൾ നട്ടുപിടിപ്പിച്ചു. ദൈവം എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുക. എങ്ങനെയാണ്? വിശിഷ്ടമായിട്ടുള്ള മുന്തിരി ചെടികൾ. എങ്ങനെയാണ് വിശിഷ്ടമായിട്ടുള്ള മുന്തിരി ചെടികൾ? ഞാൻ നിങ്ങളുമെല്ലാം വിശിഷ്ടമായ മുന്തിരി ചെടിയാവാനാ ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്, ഈ ലോകത്തിൽ അവിടുന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് പുറപ്പെടുവിച്ച് കാട്ടുമുന്തിരി പഴമാണ്. എന്നിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഫലങ്ങൾ. എന്നാൽ ഞാനാവുന്ന മുന്തിരി ചെടി പുറപ്പെടുവിക്കുന്നത് എന്താ? കാട്ടുമുന്തിരി. എന്നാൽ ഈ കാട്ടുമുന്തിരി പഴത്തോട് എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത് എന്ന് വചനത്തെ കാണാൻ സാധിക്കും. ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ട് അത് കാട്ടുമുന്തിരി പഴം പുറപ്പെടുവിച്ച്? ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: ഈ കുഞ്ഞിനെ എത്രയോ സ്നേഹത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവന്നതാ, അതിനുശേഷം ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്താ? മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് അവൻ തകർന്നിരിക്കുക. ഒരു കാട്ടുമുന്തിരി പഴമായി എൻ്റെ മകൻ മാറിയിരിക്കുക. എൻ്റെ മോളെ എത്രയോ സ്നേഹം കൊടുത്ത് ഞാൻ വളർത്തിക്കൊണ്ടുവന്നതാ, ഇപ്പോൾ മോളുടെ അവസ്ഥ എന്താ? വേണ്ടാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്ന് എൻ്റെ മോള് പെട്ടിരിക്കുക. ഇതേപോലെ കാട്ടുമുന്തിരി പഴങ്ങൾ പുറപ്പെടുവിക്കുന്ന മുന്തിരി ചെടികളായി നിങ്ങൾ ഓരോരുത്തരും മാറിപ്പോകുന്നുണ്ടോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ മുന്തിരി തോട്ടത്തോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേര് പൊളിച്ച് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ട് മെതിക്കും. കാട്ടുമുന്തിരി പഴം പുറപ്പെടുവിക്കുന്ന ചെടിയോട് ദൈവം ചെയ്യാൻ പോകുന്നതാണ്. അതിൻ്റെ മതിലുകൾ ഞാൻ തകർത്ത് കളയും. ദൈവം നമ്മളെ ഓരോരുത്തരെയും നട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് ദൈവം എന്നിൽ നിന്ന് നല്ല ഫലം ആഗ്രഹിക്കുന്നത്? നിനക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിലും, ഒരുപാട് സാമർഥ്യം ഉണ്ടെങ്കിലും, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, ഏതൊക്കെ രീതിയിൽ നീ ഉയർന്നു വന്നു കഴിഞ്ഞാലും നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ട നല്ല ഫലങ്ങൾ ഏതെല്ലാമാണെന്ന് ദൈവത്തിന്റെ വചനം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് ഏതെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയി നടക്കുന്നുണ്ടെങ്കിൽ കാട്ടുമുന്തിരി പഴമാണ് മോളെ. എന്താണ് കാട്ടുമുന്തിരി പഴം? വചനം കാണുകയാണ്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയ്ക്ക് സദൃശമായ മറ്റു പ്രവർത്തികളുമാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതിലേതെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് സദൃശമായ മറ്റു പ്രവർത്തികളുമാണ്. ഇവയ്ക്ക് സദൃശമായ ഏതെങ്കിലും പ്രവർത്തികൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുപോയി നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടുമുന്തിരി പഴമാ. വീണ്ടും ഒരിക്കൽ കൂടി ആ വചനം കേട്ടു. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സര്യം, മദ്യപാനം, മധുരോത്സവം, വിദ്വേഷം, വിഭാഗീയ ചിന്ത, ഭിന്നത ഇവയ്ക്ക് സദൃശമായ മറ്റു പ്രവർത്തികളുമാ. ഞാനാവുന്ന മുന്തിരി തോട്ടം, എന്നെ ആ മുന്തിരി ചെടി ഇതാ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. കർമ്മലയിലെ മനോഹരമായ മുന്തിരി തോട്ടമായി ദൈവം എന്നെ നട്ടുപിടിപ്പിച്ചേക്കുക. എന്നാൽ എന്നിൽ നിന്ന് ഇതുപോലുള്ള ഫലങ്ങളാണോ ഞാൻ പുറപ്പെടുവിക്കുന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് കാട്ടുമുന്തിരി പഴമാകാനല്ല, മറിച്ച് നല്ല ഫലം തരുന്ന നല്ല വൃക്ഷമായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്. നിനക്ക് രോഗശാന്തി വരം ഉണ്ടാവാം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം ഉണ്ടാവാം, ഭാഷാ വരം ഉണ്ടാവാം, പരിശുദ്ധാത്മാവിന് ധാരകൾ ഉണ്ടാവാം, ജ്ഞാനം, ബുദ്ധി, ആലോചന, ഓർമ്മശക്തി എല്ലാം ഉണ്ടാവാം. പക്ഷേ
നിന്നിൽ നിന്ന് പുറപ്പെടേണ്ട ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വചനം പറഞ്ഞു തരിക. ഇതില്ലെങ്കിൽ എന്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഉണ്ടായാലും, പരിശുദ്ധാത്മാവിന്റെ എന്തൊക്കെ കൃപകൾ നിന്റെ ഉള്ളിലൂടെ കടന്നുപോയി കഴിഞ്ഞാലും, നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളില്ലാത്ത ജീവിതമാണെങ്കിൽ നീ ഒരു കാട്ടുമുന്തിരി പഴമാ. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ? വചനം കാണാൻ സാധിക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ഇവയാണ്. ഇതാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തിന് മനുഷ്യരാവാൻ പറ്റുന്നുണ്ടോ? ആനന്ദമുണ്ടോ? സമാധാനമുണ്ടോ? ക്ഷമയുണ്ടോ? ദയയുണ്ടോ? നന്മയുണ്ടോ? വിശ്വസ്തതയുണ്ടോ? സൗമ്യതയുണ്ടോ? ആത്മസംയമനമുണ്ടോ? ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് രൂപം കൊണ്ട് വരേണ്ടത് എന്താ? ഞാനൊരു സ്നേഹത്തിൻ്റെ മനുഷ്യനാവണം, ഞാനൊരു ദയയുടെ മനുഷ്യനാവണം, ഞാനൊരു കാരുണ്യത്തിന് മനുഷ്യനാവണം, ഞാനൊരു വിശ്വസ്തയുടെ മനുഷ്യനായി തീരണം, ഞാനൊരു ആത്മസംയമനത്തിന് മനുഷ്യനായി തീരണം. എങ്കിലാണ് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായി തീരുള്ളൂ. നമ്മളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ധ്യാനങ്ങൾ കഴിയുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഓ പരിശുദ്ധാത്മാവേ, എനിക്ക് ഭാഷാവരം തരണേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം തരണേ, പരിശുദ്ധാത്മാവേ രോഗശാന്തി വരം തരണേ. എല്ലാ മക്കളും വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനാ വരം തരണേ. ഓരോ വരങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ധാരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ജ്ഞാനം തരണേ, ബുദ്ധി തരണേ, ഓർമ്മശക്തി തരണേ. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം, എൻ്റെ ആത്മീയ ജീവിതം ഒരു കാട്ടുമുന്തിരിപ്പഴ. ഒരു കുടുംബത്തിന് ആ കുടുംബത്തിൻ്റെ അമ്മ സ്നേഹത്തിൻ്റെ അമ്മയായി തീരണം. കുടുംബത്തിൻ്റെ അപ്പൻ ഒരു സ്നേഹത്തിൻ്റെ അപ്പനായി തീരണം, ദയയുടെ അപ്പനായി തീരണം, കരുണയുടെ അപ്പനായി തീരണം, വിശ്വസ്തയുടെ അപ്പനായി തീരണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തോ, എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തിയായി തീരണം. ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഞാനാവുന്ന ഈ മുന്തിരി ചെടി, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആത്മാവിൻ്റെ ഫലങ്ങളാണോ അല്ലെങ്കിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണോ എൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ ഇന്നൊരു കാട്ടുമുന്തിരിപ്പഴമായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു നല്ല മുന്തിരിപ്പഴമായി ഞാൻ മാറിയിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വരുന്ന വ്യക്തികൾക്ക്, ഞാനുമായി സംസാരിക്കുന്ന വ്യക്തികൾക്ക്, ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഞാനൊരു സ്നേഹത്തിൻ്റെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തയുടെയും ആത്മസംയമനത്തിൻ്റെയും ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. പല കുടുംബങ്ങളിലും ഇന്നത്തെ പ്രശ്നം എന്താ? കുടുംബത്തെ നല്ലപോലെ അപ്പം നോക്കുന്നുണ്ട്, കുടുംബത്തെ നല്ലപോലെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നൊരു പ്രത്യേകത ഞാൻ പറയാം. കുഞ്ഞുങ്ങളുടെ ധ്യാനം നടക്കുക, ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ 5-6 ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ ധ്യാനം നടക്കുന്ന സമയത്ത് എന്നെ സ്പർശിച്ചിരിക്കുന്ന ഒരു സംഭവം പറയാം. ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളുടെ ഇടയിൽ ആരാധന സമയത്ത് അൽത്താരിൽ അല്ലിക്കയിൽ മാത്രം ലൈറ്റ് ഉണ്ടാവുകയുള്ളൂ. ബാക്കി ആ ധ്യാന ഹോളിലെ ലൈറ്റുകൾ മുഴുവൻ അടച്ചിട്ടുണ്ടാവും. ഇതിനുശേഷം ഈ 5-6 ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ഞാൻ പറയാറുണ്ട്, മക്കളെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് മാതാപിതാക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, അപ്പച്ചനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, അമ്മച്ചയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ഈ സമയം നിങ്ങൾക്ക് ഈ അപ്പച്ചനോട്, ഡാഡിയോട്, പപ്പയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. മമ്മിയോട്, അമ്മയോട് നിങ്ങൾക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. വയസ്സ് 10-11 വയസ്സൊക്കെ ആയി കാണുള്ളൂ. ആ സമയത്ത് ഞാൻ കാണുന്നൊരു പ്രത്യേകതയാണ്, 5-6 ക്ലാസ്സിലെ കുട്ടികൾ അവര് വാവിട്ട് കരയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താണ് ഇത്രമാത്രം ഈ കുഞ്ഞുങ്ങൾക്ക്
മാതാപിതാക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ളത്. ഈ കുടുംബത്തിൽ ഈ അപ്പൻ സ്നേഹത്തിന്റെ അപ്പനായി തീർന്നുവെങ്കിൽ, ഈ കുടുംബത്തിൽ ഈ അമ്മ കരുണയുടെ അമ്മയായി തീർന്നുവെങ്കിൽ, ഈ കുടുംബത്തിൽ ഈ അപ്പൻ ദയയുടെ അപ്പനായി തീർന്നുവെങ്കിൽ, ഈ കുടുംബത്തിൽ അമ്മ ആത്മസംയമനത്തിന്റെ ഒരു അമ്മയായി തീർന്നുവെങ്കിൽ, ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികളെ ഇറ്റിറ്റ് വീഴുകയില്ല. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു, നമ്മെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ള വ്യക്തികളായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായി തീരണം, ഈശോയോട് ഒട്ടി നിൽക്കുന്ന വ്യക്തിയായി തീരണം. അപ്പോഴാണ് ജോസഫിന്റെ ജീവിതത്തെ കാണാൻ സാധിക്കുന്നത്. വില്ലാളികൾ അവനെ പീഡിപ്പിച്ചു, അമ്പെയ്തു, അവനെ കൊല്ലാറാക്കി. പക്ഷെ അവന്റെ വില്ല് തകർന്നില്ല. കാരണം യാക്കോബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിലെ പാറയായ ഇടയെ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തി. ഇത്രയും സഹനങ്ങൾ വന്നു കഴിഞ്ഞിട്ടും ആ ജീവിതം പതറിപ്പോയില്ല. ഇത്രയും നൊമ്പരങ്ങളിലൂടെ കടന്നു പോയിട്ടും ആ ജീവിതം തകർന്നു പോയില്ല. കാരണം എന്താ? ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന വ്യക്തിയായിരുന്നു പൂർവ്വപിതാവായ ജോസഫ്. ഇന്നും ഈ കാലഘട്ടത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു, മടുത്തിരിക്കുന്ന അവസ്ഥ, എല്ലാം മതി എന്നുള്ള ചിന്ത. എന്താ അതിന് കാരണം? ദൈവത്തോട് ഒട്ടി നിൽക്കാത്തതുകൊണ്ടാണ്. ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന ജീവിതങ്ങളിലെല്ലാം ഞെരുക്കങ്ങളും പീഡകളും സഹനങ്ങളും അമ്പെയ്ത്തുകളും എല്ലാം ഉണ്ടാവും. പക്ഷേ അവരെ ശക്തിപ്പെടുത്താൻ അവന്റെ ദൈവം അവിടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എന്നെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുക. ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ചീത്ത ഫലങ്ങളുണ്ടെങ്കിൽ കർത്താവേ, നീ അത് എടുത്തു മാറ്റണമേ. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പരിശ്രമിക്കും, തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത അവസ്ഥ എൻ്റെ ഉള്ളിലുണ്ടോ? കർത്താവേ, നീ എന്നെ ഒന്ന് സ്പർശിക്കണമേ. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിലെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ കരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.